ഡാ മതി, ഇനി വന്നു കിടക്ക്, എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ. രാവിലെ ശാലുവിനെ അമ്പലത്തിലേക്ക് കൊണ്ടുപോകാൻ എന്നെയാ ഏൽപ്പിച്ചിരിക്കുന്നേ. പുറത്തിരുന്ന് കാമുകിയോട് സൊള്ളൽ നിർത്താതെ തുടർന്ന് ഋഷിയെ നോക്കി സിദ്ധാർത്ഥ് കണ്ണു തിരുമ്മി കോട്ടുവായിട്ട് വിളിച്ച്. അവന് ഉറക്കം വന്നിട്ട് വയ്യായിരുന്നു. ആൻറ്റിയുടെ മകളുടെ വിവാഹത്തിന് ബാംഗ്ലൂരിൽ നിന്നും വന്നതായിരുന്നു സിദ്ധാർത്ഥ്. ആൻറ്റിയുടെ ആവശ്യപ്രകാരം രാവിലെ കുറച്ച് ദൂരെയുള്ള ക്ഷേത്രത്തിലേക്ക് ശാലുവിനെയും തൊഴാൻ കൂട്ടിക്കൊണ്ടുപോകുന്ന ഡ്യൂട്ടി സിദ്ധാർത്ഥിനാണ്. ഋഷി സിദ്ധാർത്ഥിൻ്റെ വല്യച്ഛൻ്റെ മകനാണ്. ഋഷിയുടെ അച്ഛനും അമ്മയ്ക്കും മകൻ്റെ കോയിത്തരങ്ങളെപ്പറ്റി നല്ല അറിവുണ്ട്. ഋഷിക്ക് പിന്നെ കാമുകിമാരിൽ ഇതുവരെ ഒരു സ്ഥിരത നേടാനുമായിട്ടില്ല. ഓരോ മാസവും കാമുകിമാർ മാറിക്കൊണ്ടിരിക്കും, മിക്കവാറും അവർക്ക് കാമുകന്മാരും. അതുകൊണ്ട് സിദ്ധാർത്ഥൻ കൂടെ ഉണ്ടെങ്കിൽ അകത്തുള്ള അച്ഛനും അമ്മയും സംശയിക്കില്ല എന്ന ഉറപ്പിൽ ഫോൺ വിളിച്ച് ഒലിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഋഷി. എടാ മതി, എല്ലാവരും ഉറക്കമായി, വാടാ. സിദ്ധാർത്ഥ് അവസാനം ഋഷിയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിക്കൊണ്ട് പറഞ്ഞു. പെങ്ങളെ, ഇനി നീ നാളെ വിളിക്കാം, തീരെ വയ്യ, ഋഷിയെ ഒന്ന് വിട്. അത് കേട്ടയുടനെ അവിടെ നിന്ന് ഫോൺ കട്ടായി. ഡാ, എന്ത് പണിയാടാ കാട്ടിയത്? നിന്നെ ഞാൻ... ഋഷി, ഒന്നെങ്കിൽ എന്നെ വിട്, അല്ലെങ്കിൽ കോഴി കൂണ വരെ നീ ചൊള്ള്. ധൈര്യമില്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത്. ശരി, വാ, നിന്റെ അഭ്യർത്ഥന മാനിച്ച് ഞാൻ വരാം. ഋഷി സിദ്ധാർത്ഥിനെ സോപ്പിട്ട് തോളിൽ കൈയിട്ട് നടന്നു. അപ്പോഴാണ് സിദ്ധാർത്ഥിൻ്റെ ഫോൺ വെല്ലടിച്ചത്. സിദ്ധാർത്ഥ്, ആരാണ്? ഫോൺ എടുത്തു നോക്ക്. ഇതാരാ അപ്പം ഈ രാത്രി? അറിയാത്ത നമ്പറാണല്ലോ. ആരാ സിത്തു? അറിയില്ലടാ, നോക്കട്ടെ. സിത്തു ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ, ഐ ആം വെരി വെരി സോറി. ഫോൺ എടുത്തപ്പോൾ തന്നെ പടക്കത്തിന് തീ കൊളുത്തിയ പോലെ. സിദ്ധാർത്ഥ് ആ ശബ്ദം കേട്ടപ്പോൾ ഫോൺ ചെവിയിൽ നിന്നും മാറ്റി ഋഷിയെയും ഫോണിലേക്കും പകച്ചു നോക്കി. അതൊരു ഫീമെയിൽ വോയിസ് അല്ലേ? കോൾ മാറിയതല്ല, പേര് കൃത്യമായി പറഞ്ഞല്ലോ. ആരാ ഈ നട്ടപ്പാതിരക്ക് വിളിച്ച് സോറി പറയുന്നത്? ഹലോ, ആരാ? എനിക്ക് മനസ്സിലായില്ല. പക്ഷേ എനിക്ക് മനസ്സിലായി. നിങ്ങളെ ആദ്യം ഞാൻ തെറ്റിദ്ധരിച്ചു ഒരുപാട്. പിന്നെ എല്ലാം ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് പിടികിട്ടി നിങ്ങളൊരു പാവം മനുഷ്യനാണെന്ന്. റിയലി സോറി അളിയാ. ഛേ, ഇതേതോ വട്ട് കേസാണെന്ന് തോന്നുന്നു. സോറി, നിങ്ങൾക്ക് നമ്പർ മാറിയോ? ഓക്കെ സോറി. സിദ്ധാർത്ഥ് ഫോൺ വെച്ചു. ആരാടാ? നമ്പർ മാറിയതാ അല്ലേ? തൊട്ടടുത്ത പറമ്പിൽ നിന്ന് മുറ്റത്തേക്ക് നടന്നെത്തിയപ്പോൾ പന്തയിൽ ബോധം കെട്ട് ഉറങ്ങുന്ന വകയിൽപ്പെട്ട അമ്മാവന്മാരെ നോക്കി ഋഷി കളിയാക്കി. കണ്ടോടാ കിടക്കുന്ന കിടപ്പ്? ഓസിന് കിട്ടിയ സ്വന്തം വയറാണെന്ന് പോലും നോക്കാതെ മൂന്തിയിട്ട് കിടക്കുന്ന കിടപ്പ്. അന്നേരം സിത്തു ആ ശബ്ദം നല്ല പരിചയമുണ്ടല്ലോ എന്നോർക്കുകയായിരുന്നു. ഋഷി പറഞ്ഞു കേട്ടിട്ടില്ല. വാതിൽ തുറന്നപ്പോൾ ഹാളിൽ നിരന്നു കിടക്കുകയാണ് എല്ലാവരും. മുറിയിലും എന്തിനു പറയുന്നു, അടുക്കളയിൽ വരെ ആളുകൾ കിടന്നുറങ്ങുന്നുണ്ട്. എടാ, നമ്മുടെ മുറിയൊക്കെ ആരോ കയ്യേറി, ഋഷി വിഷമത്തോടെ പറഞ്ഞു. ആഹാ, കല്യാണ വീടല്ലേ, അങ്ങനെയൊക്കെ കാണും. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ നേരത്തെ വന്നു കിടക്കാൻ. വാ, ദേ നമുക്ക് ഇവിടെ കിടക്കാം. ഇവിടെയോ? ആ, ഈ ഇത്തിരി സ്ഥലത്തോ? നീ ഇവിടെ, ഞാൻ. സിദ്ധാർത്ഥ് തൊട്ട് കാണിച്ചു പറഞ്ഞു. ഇവറ്റങ്ങളൊക്കെ പോത്ത് കുത്തിയാൽ എണീക്കില്ല സിത്തു. ഋഷി അടുത്ത് കിടന്നുറങ്ങുന്നവരുടെ മുഖം ശ്രദ്ധിച്ചു പറഞ്ഞു. നീ ഉറങ്ങ് ഋഷി. സിത്തു ചുമരിൻ്റെ അരികിൽ ഇരുന്ന് ആരുടെയോ ബാഗെടുത്ത് തലയണയാക്കി വെച്ചു. കണ്ണടച്ചപ്പോൾ പെട്ടെന്ന് ഫോൺ ദാ വീണ്ടും. സിത്തു പകച്ചു എഴുന്നേറ്റ് തലയ്ക്ക് മുകളിൽ വെച്ചിരുന്ന ഫോൺ എടുത്തു നോക്കി. ഇത് പിന്നെയും ദേ ആ നമ്പർ. എടാ, എടുത്തിട്ട് നല്ല തെറി പറ. എടാ, ഇത് ഏതോ പെണ്ണാ. എന്ത് പെണ്ണോ? അത് കേട്ടയുടനെ കണ്ണടച്ച് കിടന്ന ഋഷി കണ്ണു തുറന്ന് എഴുന്നേറ്റ് സിദ്ധാർത്ഥിൻ്റെ അടുത്തേക്ക് ഒരുങ്ങി വന്നു. എടുക്ക് സിത്തു, ആരാ ചോദിക്ക്. ഋഷി മിണ്ടാതെ അവിടെ കിടന്നോ. സിത്തു ഫോൺ എടുത്തു. ആരാ? നിങ്ങൾ നമ്പർ മാറി വിളിക്കുന്നതാ? ഒന്ന് നന്നായി നമ്പർ നോക്കി വിളിക്ക്. നോ, നമ്പർ മാറിയതല്ല, ഞാൻ കറക്റ്റായി തന്നെയാ വിളിച്ചത്. ഞാൻ വിളിച്ചത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യുപകാരം ചെയ്യാൻ കൂടിയാ. വഴിയിൽ വാള് വെച്ച് കിടക്കുന്ന എന്നെ ഒരു മടിയും കൂടാതെ നിങ്ങൾ സേഫായി എത്തിച്ചല്ലോ. നിങ്ങളുടെ പോലെ കരുണ മനസ്സ് ആർക്ക് കാണും? ഓഹോ, ഇത് പുള്ളിയാണോ? അല്ല, എന്താ ഈ പാതിരാത്രിയിൽ നന്ദി? ഈ നേരത്ത് പറഞ്ഞാലേ സ്വീകരിക്കൂ. ആരെങ്കിലും ഇയാളോട് പറഞ്ഞോ? സിദ്ധാർത്ഥ് ഒന്ന് കളിയാക്കി. ആ,
അങ്ങനെ കൂട്ടിക്കോ. കൊള്ളാം, ഇപ്പോഴും നല്ല ഫിറ്റാണ് അല്ലേ? ശരി, ഉപകാരമൊന്നും തിരിച്ചു വേണ്ട. ഞാൻ അതൊന്നും പ്രതീക്ഷിച്ചല്ല ആ ഹെൽപ്പ് ചെയ്തത് കേട്ടോ. അപ്പോൾ ശരി. സിദ്ധാർത്ഥ് ഫോൺ കട്ടാക്കി. ആരാ സിത്തു അത്? ഒരു കണ്ണിറുക്കി അടച്ച് ഋഷി ചോദിച്ചു. എന്തായാലും നിനക്ക് പറ്റിയ പാർട്ടിയല്ല. ഓഹോ, അപ്പോൾ നിനക്ക് പറ്റിയതാണെന്ന്? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. ഇല്ല, പക്ഷേ നിന്റെ വാക്കിൽ ആ ധ്വനിയുണ്ട് സിത്തു. ഓ, നീ വലിയ പണ്ഡിതനാണല്ലോ. ഇതൊക്കെ അറിയാനുള്ള പാണ്ഡിത്യം എനിക്കുണ്ടടാ. സിത്തു അലവലാതി. അവൻ്റെ ഒരു ധ്വനി. കോപ്പ്, നീ ഒന്നുറങ്ങ് ഋഷി. ഇത് നിന്നോട് നാളെ ഞാൻ പറയാം. ഓ, ഒന്ന് കിടന്നുറങ്ങറ പരട്ടകളെ. മനുഷ്യനെ സമാധാനമായിട്ട് ഉറങ്ങാനും സമ്മതിക്കൂല നാശം. ഏതോ ഒരു അമ്മാവൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഉറക്കെ അലറി. ഋഷി അത് കേട്ടയുടനെ കമഴ്ന്ന് മുഖം മൂടിക്കിടന്ന് സിത്തുവും. ഡാ സിത്തു, എണീക്ക്. ആൻറ്റി സിത്തുവിൻ്റെ പുറത്ത് കൊട്ടി വിളിച്ചു. ആ ആൻറ്റി, നേരം വെളുത്തോ? ഉറക്കം മാറാതെ എഴുന്നേറ്റ് തൂങ്ങിപ്പിടിച്ചിരുന്ന് സിത്തു ചോദിച്ചു. നേരം വെളുത്തുന്നോ? എടാ, നിന്നെ ഏൽപ്പിച്ച കാര്യമൊക്കെ നീ മറന്നോ? അമ്പലത്തിൽ പോകണ്ടേ? അവിടെ പോയി വന്നിട്ട് വേണ്ടേ സാലുവിൻ്റെ മേക്കപ്പ് തുടങ്ങാൻ? സമയം ദേ പെട്ടെന്ന് പോവാ. നീ എണീറ്റേ. സോറി ആൻറ്റി, ഞാൻ പെട്ടെന്ന്. ഓക്കെ, ദേ ഇപ്പോൾ റെഡിയാകാം. സിത്തി എഴുന്നേറ്റു. കൂട്ടത്തിൽ ബോധമുള്ള ആളാണെന്ന് വെച്ചിട്ടാ എന്നെ ഏൽപ്പിച്ചത്. ഇപ്പോൾ നീയും ഇങ്ങനെയായോ സിത്തു? ദേ കിടക്കണ കണ്ടില്ലേ? വെളുപ്പാൻ കാലം വരെ ഫോണും കുത്തിപ്പിടിച്ചിരുന്നിട്ട് ഭൂമി കുലുങ്ങിയാൽ പോലും അറിയാത്ത ഉറക്കം. ഋഷിയെ ചൂണ്ടി ആൻറ്റി പറഞ്ഞു. ആൻറ്റി, ദേ ഒരു 10 മിനിറ്റ്, ഞാൻ കുളിച്ചു വരാം. സിത്തു എഴുന്നേറ്റ് മുണ്ട് മുറുക്കി കുത്തി. തലങ്ങനെയും വിലങ്ങനെയും ആളുകൾ ഹാളിൽ കൂട്ടമായി കിടക്കുകയാണ്. ഡാ ഋഷി, നീ വരുന്നുണ്ടോ അമ്പലത്തിൽ? ഋഷിയെ പിടിച്ചു കുലുക്കി സിത്തു ചോദിച്ചു. ഋഷി ഉറക്കം മാറാതെ തിരിഞ്ഞു കിടന്നു. ഈ ശവം എണീക്കൂല. അപാര ഉറക്കമാ. സിത്തു പിറുപിറുത്തു എഴുന്നേറ്റ് മുൻവാതിൽ തുറന്ന് പിൻവശത്തേക്ക് കുളിക്കാൻ വേണ്ടി വന്നു. കുറച്ചു കഴിഞ്ഞ് സിത്തു കുളിച്ച് റെഡിയായി പുറത്ത് കസേരയിൽ വന്നിരുന്നു. വെളിച്ചം വീണില്ല. നല്ല മഞ്ഞുണ്ട്. സിത്തുവിന് ചുണ്ടുകൾ വിറച്ചു. അവൻ കൈയും കൂട്ടിക്കെട്ടിയിരുന്നു. അപ്പോഴേക്കും ഷാലുവിനെയും കൊണ്ട് ആൻറ്റി വന്നു. ഇന്നാ സിത്തു, കാറിൻ്റെ കീ. സൂക്ഷിച്ചു പോണേ. ശരി ആൻറ്റി. താക്കോല് ചുറ്റി ചെന്ന് സിത്തു കാറിൽ കയറി. സാലു പിന്നിൽ കയറുമെന്നാണ് സിത്തു വിചാരിച്ചത്. എന്നാൽ അവൾ മുൻ സീറ്റിൽ കയറി വന്നിരുന്നു. സിത്തുവിനോട് ഇളിച്ചുകൊണ്ട് സാലു ഡോർ അടച്ചു. സിത്തുവിന് എന്തോ പന്തികേട് തോന്നി. പെട്ടെന്ന് അമ്മ പറയുന്നതൊന്നും സിത്തുവേട്ടൻ കാര്യമാക്കേണ്ട. കത്തിച്ചു വിട്ടോ. ഓഹോ, എന്നിട്ട് വേണം ഇന്നത്തെ ദിവസം തന്നെ നിന്നെ കൊണ്ടുപോയി വണ്ടി ഇടിച്ചു എന്ന് നിന്റെ അമ്മയുടെ വായിലുള്ളത് കേൾക്കാൻ. എൻ്റെ ഷാലു, ഇത്രയുമായിട്ട് നിന്റെ കുട്ടിക്കളി വർത്തമാനങ്ങൾ നിർത്താറായില്ലേ? ഇത് അങ്ങനെ പറഞ്ഞതല്ല. അല്ല, ഞാൻ പൊതുവെ ഉദ്ദേശിച്ച് പറഞ്ഞതാ. ഞാൻ നിന്നെ കാണുമ്പോൾ ഒക്കെ നീ ഇങ്ങനെയാ. ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത പോലെയാ നീ. ഓഹോ, അപ്പോൾ സിത്തുവേട്ടൻ എന്നെ ശ്രദ്ധിക്കാറൊക്കെ ഉണ്ടല്ലേ? അല്ലാതെ പിന്നെ അതിനെന്താ? സിത്തു സിമ്പിളായി ചോദിച്ചു. ഒന്നുമില്ല. ഷാലു ഒരൽപ്പം നേരം മിണ്ടാതിരുന്ന് എന്നിട്ട് പിന്നെയും വായി തുറന്നു. ഞാൻ ഓർക്കുമായിരുന്നു, സിത്തുവേട്ടൻ ഒന്ന് യെസ് പറഞ്ഞെങ്കിൽ നമ്മൾ ഇന്ന് കാറിൽ ഒരുമിച്ച് മാലയിട്ട് പോയേനെ. സിത്തു ഒരു വളിച്ച ചിരി ചിരിച്ചു. ഷാലു അക്കാര്യത്തിലേക്കെത്തി. തനിക്ക് ഉറപ്പായിരുന്നു അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഇത് പറയുമെന്ന്. ഒറ്റയ്ക്ക് കിട്ടിയ ഷാലുവിന് സിത്തുവിനോടുള്ള പ്രേമത്തെപ്പറ്റി പറയാനാണ് നേരം. ഇന്നത്തെ ദിവസമെങ്കിലും അവൾ ഇത് മറന്നു എന്നാണ് സിത്തു കരുതിയത്. എന്താ സിത്തുവേട്ട മൗനം? ഇടിവെട്ടിയ പോലെ ഇരിക്കുന്ന സിത്തുവിനെ നോക്കി ഷാലു ചോദിച്ചു. എങ്ങനെ മിണ്ടും ഷാലു? നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. എന്തിനാ ഇപ്പോൾ അങ്ങനെ ഓർക്കുന്നത്? ഇപ്പോൾ ഇന്ന് നിന്റെ കല്യാണ ദിവസം വരെ ഈ കാര്യം പറഞ്ഞ് നീ എൻ്റെ കൂടെ ഇരിക്കുന്നത് തന്നെ നിന്റെ കുട്ടിക്കളിയുടെ ഭാഗമാ. എടി പൊട്ടി, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. പക്ഷേ അത് നീ കരുതും പോലെയല്ല എന്ന് മാത്രം. പണ്ട് മുറച്ചക്കനാ മുറപ്പെണ്ണാ എന്നൊക്കെ പലരും പറയും. വലുതാകുമ്പോൾ നമ്മുടെ ചിന്തകളൊക്കെ മാറിയല്ലേ ഷാലു? അതന്നെ, നിനക്ക് ഞാൻ പറഞ്ഞ പോലെ ഇപ്പോഴും ഒരു പക്വത വന്നിട്ടില്ല. അതാ ഇങ്ങനെയൊക്കെ നീ. അല്ലെങ്കിലും എന്നെ കുറ്റപ്പെടുത്താൻ അല്ലേ സിത്തുവേട്ടൻ ശ്രമിക്കൂ? സാലു, ഇന്നിപ്പോൾ നിന്റെ കല്യാണ ദിവസം അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഈ ടോക്ക് ആവശ്യമുണ്ടോ? ഇങ്ങനെ സെറ്റി അടിക്കണോ? എന്തുകൊണ്ടും നിനക്ക് ഇപ്പോൾ കിട്ടിയ ഈ ബന്ധമാണ് നല്ലത്. നിന്റെ ചെക്കന് എത്രയാ മാസ ശമ്പളം?
അതും പുറത്ത്. ഇതൊക്കെ വെറും അട്രാക്ഷനാണ് മോളെ. അത് കുറേ കഴിയുമ്പോൾ ബോധ്യം വരും. ഇതാ ആദ്യം ഞാൻ കൂടെ വരാൻ മടിച്ചത്, പിന്നെ ആൻറ്റി നിർബന്ധിച്ചത് കൊണ്ടാണ്. കല്യാണ പെണ്ണ്, ഈ രണ്ടു ചിന്തയും എൻ്റെ മനസ്സിലില്ല, ആരുമില്ല. പറഞ്ഞ് അമ്പലത്തിലെത്തി. ശരി, ഇറങ്ങ്. ഇനി ഇതോർത്ത് മുഖം വീർപ്പിച്ചിരിക്കണ്ട. സാലു ഇറങ്ങി നേരെ തൊയ്ത് അമ്പലനടയിലേക്ക് കയറി. സിത്തു നടയിലേക്ക് കയറും മുൻപേ ഷർട്ടിൻ്റെ ബട്ടൺ അഴിച്ചു. ഈ പെണ്ണിൻ്റെ ഒരു കാര്യം, എൻ്റെ ദേവി, സിത്തു മനസ്സിൽ പറഞ്ഞു. എന്നാലും ആൻറ്റി, അവൻ എന്നെ വിളിക്കാഞ്ഞത് മോശമായിപ്പോയി. എഴുന്നേറ്റ് ഒരേ ഇരിപ്പിലിരുന്ന് ഋഷി സിത്തുവിനെ കുറ്റം പറയുകയായിരുന്നു. എടാ, നീ ഒന്ന് വഴി മാറിയിരിക്ക്, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ടേ, ഋഷിയുടെ അമ്മ വന്നു പറഞ്ഞു. ഋഷി എഴുന്നേറ്റ് മുറ്റത്തേക്ക് ഇറങ്ങി. സിത്തു വരുന്നുണ്ടോ എന്ന് നോക്കി. മുറിയിൽ ചെന്ന് കണ്ണാടിയിൽ നോക്കി മുടി കൈകൾ കൊണ്ട് വെറുതെ മാടി ഒതുക്കുമ്പോഴാണ് സിത്തുവിൻ്റെ ഫോൺ കണ്ടത്. അപ്പോൾ ഇവൻ ഫോൺ കൊണ്ടുപോയില്ലേ? ആൻറ്റി, സിത്തു ഫോൺ കൊണ്ടുപോയില്ലല്ലോ, ഉറക്കെ വിളിച്ചു ചോദിച്ചു. അമ്പലത്തിൽ കായോണ്ട് എടുത്തു കാണില്ല ഋഷി. ആൻറ്റി അവിടെ തിരക്ക് എന്തോ പണിയിലായിരുന്നു. ഋഷി അവിടെ ഫോൺ വെച്ച് തിരിഞ്ഞു നടക്കുമ്പോഴാണ് പെട്ടെന്ന് അതോർത്തത്. രാത്രി വന്ന ഫോൺ കോൾ. എടാ സിത്തു, അലവലാതി, ഞാൻ ഇന്ന് നിൻ്റെ കള്ളക്കളി പൊളിക്കും മോനെ. നീ എൻ്റെ മുന്നിൽ നാടകം കളിക്കുന്നത് ഇനി എനിക്കൊന്ന് കാണണം. ഋഷി ഫോൺ നമ്പർ നോക്കി. കിട്ടിപ്പോയി. ഋഷി ഒറ്റയ്ക്ക് പറഞ്ഞു. തൻ്റെ ഫോണിൽ ആ നമ്പർ സേവ് ചെയ്ത് നേരെ ഡയൽ ചെയ്തു. നീ എന്താ പറഞ്ഞത്? രാത്രി എനിക്ക് പറ്റിയ പാർട്ടി അല്ലെന്ന്. നിനക്ക് പറ്റിയ ആ പാർട്ടി ആരാണെന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ. പച്ചപ്പാതിരാക്ക് അവൻ്റെ ഒരു കോൾ കാണിച്ചു തരാടാ. തുടരും.